ഇന്നൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാമോ? ശരിക്കും കിടിലാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് കേട്ടോ. ഈ പുള്ളിക്കാരന് 14 ജില്ലയിലും 14 പേരാണ്. പപ്പയ്ക്ക, പപ്പായ, പപ്പാളിക്ക, ഓമയ്ക്ക, കറുമൂസ്. ഇനി എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബിലോ കേട്ടോ. നല്ല പിഞ്ച് പപ്പായ ഇരിക്കണം. നമുക്ക് കരിമിര തിന്നാൻ പറ്റുന്ന ഒരു ടൈപ്പ്. ഒട്ടും തന്നെ മൂത്തതാവരുത് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് കറയൊക്കെ കഴുകിക്കളഞ്ഞ് കുറച്ചൊന്ന് തുടച്ചെടുത്തേക്കാം കേട്ടോ. എന്നിട്ട് കട്ടി കുറഞ്ഞ് നല്ല നീളത്തിന് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി ഈ പുള്ളിക്കാരനെ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതിൽ ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നോർമലി എനിക്ക് ഈ അച്ചാറിൽ ഇഞ്ചി ഇടുന്നത് അത്ര ഇഷ്ടമല്ല. കുറച്ച് ബ്യൂട്ടി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. പിന്നെ വിനാഗിരിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു അപരനെ തരാം. പുളിവെള്ളം പിഴിഞ്ഞ് അരിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായ പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് എടുക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ചളവിൽ മതി. അച്ചാറിൽ മല്ലിപ്പൊടി ഇടില്ലല്ലോ ചേച്ചി എന്ന് പറയുന്നവർക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാനൊരു കട്ടക്കായം കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ എൻ്റെ പുത്രി കുറച്ച് കട്ടക്കായ എടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഉലുവ വറുത്ത് പൊടിക്കാനുള്ള മടി കാരണം ഞാനത് അങ്ങനെ തന്നെ ഉലുവയും കടുവും കൂടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആൾക്കാരെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇവരൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്ന് നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നല്ല തിക്ക് ഫ്രണ്ട്സ്. അതിനുശേഷം ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് കളറിന് വ്യത്യാസം വരില്ലേ? ഞാൻ നല്ല റെഡ് കളറിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടികൾ. അതിനുശേഷം നമ്മൾ പപ്പായയും പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഈ ടൈമിൽ ലോ ഫ്ലെയിമിലായിരിക്കണം. പുളിവെള്ളമാണ് ഒഴിക്കുന്നവർ പപ്പായ ഇടുന്നതിന് പകരം പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം പപ്പായ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കുന്നവർ ഈ ടൈമിൽ ഒഴിച്ചാൽ മതി. വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വെന്ത് പോരുത് പപ്പിങ്. അതാണ് ടാസ്ക്. അതാണ് ഫ്ലെയിം കൂട്ടരുതെന്ന് പറഞ്ഞത്. പുളിവെള്ളം ഒഴിക്കുന്നവർ വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ഉടനെ ഇറക്കാം കേട്ടോ. നമുക്ക് പപ്പായ വെന്ത് പോരുത്. കടിക്കുമ്പോൾ കരിമുരാ തന്നെ കിട്ടണം. ഓൾറെഡി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറവ് കുട്ടിക്ക് ഫീൽ ചെയ്യണമുണ്ട്, അവനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും മടി കാണിക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഈ ടൈമിൽ വേണം കായപ്പൊടിയും ഉലുവപ്പൊടിയും ഇടാനായിട്ട്. ഇടുന്നവർ